മക്കളെ, കുറേ അമ്മമാരെ അമ്മോട് ചോദിച്ചു കുട്ടികളുടെ ചെറുപ്പത്തിലേ മുടി നരക്കി എന്ത് ചെയ്യും അമ്മേന്ന്. അതിന് പറ്റിയൊരു എണ്ണ കേട്ടോ അമ്മ ഉണ്ടാക്കണത്. ഇതിലത്തെ ഇൻഗ്രീഡിയൻസ് എന്ന് പറഞ്ഞാൽ പ്രധാനപ്പെട്ടത് നമ്മളെ ഉണക്ക നെല്ലിക്കയാണ്. ഉണക്ക നെല്ലിക്ക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ അകാല നിര കുറയ്ക്കാനും മുടി നന്നായി കറുത്ത് വരാനും വളരാനും, മനസ്സിലായല്ലോ, നല്ല ഗ്രോത്തിൽ വളരാനും കൊള്ളും. പിന്നെ നമ്മൾ ചേർത്തിരിക്കുന്നത് നമ്മളെ കറിവേപ്പില. അറിയാലോ കറിവേപ്പില മുടിക്ക് എത്രത്തോളം ഗുണം ഉണ്ടെന്ന്. നന്നായി വളരാൻ സഹായിക്കും കേട്ടോ, കറുത്ത് വളരാൻ നമ്മളെ കറിവേപ്പില സഹായിക്കും. പിന്നെ നമ്മൾ കരിഞ്ചീരകം ഉലുവയാണ് ചേർത്തിട്ടുള്ളത്. കരിഞ്ചീരകം ഉലുവയും നമ്മൾ മുടി നന്നായി മിനുസം വെക്കാനൊക്കെ നമ്മൾ ഉലുവ സഹായിക്കും. കരിഞ്ചീരകം മുടി കറുത്ത് വരാം. ഇത് നമുക്കൊരു കറുത്ത എണ്ണ ആയിരിക്കും കേട്ടോ. അമ്മന്ന് പള്ളിയിലേക്ക് ഇറങ്ങിക്കണേ എന്താണെന്നറിയോ മക്കളെ, നിങ്ങൾക്ക് ഈ കറിവേപ്പില നെല്ലിക്ക കൂടി അകാല നര അതിന് പറ്റിയൊരു എണ്ണ ഉണ്ടാക്കാൻ കേട്ടോ. ഈ നരച്ച മുടിയുള്ളവർ ഇത് തുടർച്ചയായി തേക്കുക. പിന്നെ എന്തെങ്കിലും നമ്മൾ നാച്ചുറലായിട്ടുള്ള ഡെയ്യും തേക്കുക, എങ്കിൽ നമ്മളെ മുടി കറുത്ത് വരും. അതേപോലെ ചെറിയ കുട്ടികളിൽ മുതൽക്കുണ്ടല്ലോ ചെമ്പൻ കളറും അകാല നരി അങ്ങനെയുള്ളവർ ഇത് സ്ഥിരമായിട്ട് തേക്കാൻ തുടങ്ങിക്കോളൂ കേട്ടോ. അമ്മ കാച്ചി തരുന്നതായിരിക്കും. അപ്പം നമുക്ക് പോയിട്ട് കറിവേപ്പില ആദ്യം എടുക്കാം. ഇതിനൊക്കെ നനച്ചിട്ട് മക്കളെ വെള്ളമാണേ. ഇതൊക്കെ ചവിട്ടുമ്പോൾ ഏതാണ്ടോ പുഴവെള്ളം വന്നിട്ടുണ്ട് കണ്ടോ. രാവിലെ കൊടുന്ന് നനച്ചതാണേ. അച്ഛനാട്ടോ കറിവേപ്പില പൊട്ടിച്ചേരണേ. ഞാൻ ഈ ഉടവിലേക്ക് വീഴും കണ്ടോ. കുണ്ട് അമ്മയ്ക്ക് ആ മരത്തുമ്പിലേക്കൊന്നും എത്തൂല, ഉയരമില്ലാത്തോണ്ടേ. അപ്പോൾ അച്ഛനാട്ടോ പൊട്ടിച്ചേരണേ. നമ്മളോടത്തെ കറിവേപ്പില കൊണ്ടാണ് കേട്ടോ എണ്ണ ഉണ്ടാക്കണ. വിഷമൊന്നും ഇല്ല കേട്ടോ ഒരു സാധനത്തിൽ നമ്മളോടത്തേ. ഇനി നമ്മൾ നാളികേരപ്പാൽ കൂട്ടും. ഇപ്പോൾ പച്ച നെല്ലിക്ക കിട്ടണില്ല മക്കളെ, അതുകൊണ്ട് നമ്മൾ ആയുർവേദ കടയിൽ നിന്ന് ഉണക്ക നെല്ലിക്ക കൊടുക്കുന്നുണ്ടാണ് കേട്ടോ. ഉണക്ക നെല്ലിക്ക ഇന്ന് തലേദിവസം തന്നെ കുതിർത്താൻ വെക്കുക. രാവിലെ കണ്ടിട്ട് നന്നായിട്ട് ഇത് രണ്ടും കൂടി അരച്ച് പാരുക, നാളികേരപ്പാലിൽ അരച്ച് പാരുക കേട്ടോ. അങ്ങനെ എണ്ണ ഉണ്ടാക്കണം. അപ്പോൾ എണ്ണ ഉണ്ടാക്കണതും കാണിച്ചു തരാം. കണ്ടോ കുരുവൊക്കെ ഉണ്ടായിരുന്നു. കണ്ടത് നമ്മളെ തൊടിയിലൊന്നും അല്ല കേട്ടോ, ഒത്തിരി പഠിക്കലിക്കാണ്. കണ്ട കുരുവൊക്കെ ഉണ്ടായിരുന്നു. കണ്ട ഇനി ഇതിൽ പൂവൊക്കെ ആവും കണ്ടല്ലോ. ഇത് നമുക്ക് വേണ്ട കേട്ടോ, കുരുവൊന്നും നമുക്ക് പെടാൻ പാടില്ല. ഇനി നമുക്കിതിൽ മാറുകാല ചിലന്തിയൊക്കെ ഉണ്ടോയെന്ന് നല്ല നോക്കണം കുട്ടികളെ. എന്നിട്ട് കഴുകി വെക്കണം. കണ്ടോ ഈ കറിവേപ്പില നമുക്ക് മുഴുവനും വേണം കേട്ടോ. കണ്ടോ ചിലന്തികളൊക്കെ ഉണ്ടോ കുട്ടികളെ. അപ്പോൾ അത് കണ്ടല്ലോ. മക്കളെ ഇതൊക്കെ നമ്മളെ അടുക്കളത്തോട്ടത്തിലെ പച്ചക്കറികളാണ് കേട്ടോ. വഴുതനങ്ങ അവിടെ 4 അറുത്ത് വെച്ചിട്ടുണ്ട് കണ്ടോ. ഇതൊന്ന് മൂപ്പ് കയറി ആകാ കണ്ടല്ലോ. നമ്മുടെ കയ്യിലിപ്പോൾ അതിന് കറിവേപ്പിലേ. ഇനി ഇതാ കണ്ടോ, ഇതൊക്കെ ഇപ്പോൾ മൂപ്പ് നല്ല പാക. ഇത് കുറച്ച് കഴിഞ്ഞാൽ മൂപ്പ് കയറി. എൻ്റെ ഞെട്ടി പോകുന്നില്ല കേട്ടോ. കണ്ടോ ഇതാ. നാളെ നമുക്ക് വഴുതനങ്ങ മെഴുക്ക് വരട്ടിയിട്ടാ. നമുക്ക് നാളെ കയ്പ്പയ്ക്ക വേണമെങ്കിൽ ഉപ്പേരി വയ്ക്കാം, വഴുതനങ്ങ വേണമെങ്കിൽ ഉപ്പേരി വയ്ക്കാം. കണ്ടല്ലോ നമ്മളെ തക്കാളി മരമൊക്കെ ഉണങ്ങിയിട്ടോ. കണ്ടോ മരം ഉണങ്ങി. പക്ഷെ ഇതിൽ ഒരുപാടുണ്ടായി. ഒരു 10 കിലോ തക്കാളി, 5 കിലോനൊന്നല്ല 10 കിലോ തക്കാളി ഉണ്ടായിട്ടുണ്ടാവും. ഭയങ്കര പുളിയും മധുരവും ഒക്കെ കേട്ടോ. നല്ല ടേസ്റ്റാണ്. കണ്ടോ വഴുതനങ്ങ ഇതിലൊക്കെ കൊമ്പ് കുത്തിയിട്ടുണ്ടായിരുന്നു. പക്ഷെ ഒന്നും മൂത്തിട്ടില്ല. കണ്ട മക്കളെ, നമ്മളെ ആയുർവേദ അങ്ങാടിക്കടയിൽ നിന്ന് വാങ്ങിച്ചാണ് കേട്ടോ ഉണക്ക നെല്ലിക്ക. ഇത് നന്നായി കഴുകിയിട്ട് 3-4 പ്രാവശ്യം കഴുകണം. എന്നിട്ട് നമുക്ക് വെള്ളത്തിലിട്ട് വെക്കണം. എന്നിട്ട് കുതിർന്നതിന് ശേഷം രാവിലെ നന്നായി പേസ്റ്റ് പോലെ നാളികേരപ്പാലിൽ അരച്ചെടുക്കും കേട്ടോ. എന്താ വെച്ചാൽ നമ്മളെ ഇപ്പം പച്ചനെല്ലിക്ക കിട്ടുന്നില്ലേ കുട്ടികളെ. എന്താ ചെയ്യണ, പച്ചനെല്ലിക്ക കിട്ടുന്നില്ല. പക്ഷെ നമുക്ക് വിശ്വാസമുള്ളൊരു ആയുർവേദ കടയിൽ നിന്ന് തന്നെ കേട്ടോ, നല്ല വലിയ ആയുർവേദ കടയിൽ നിന്ന് കിട്ടിയതാണ്. അപ്പം അത് നമുക്ക് കുതിർത്താടാം കേട്ടോ. 2-3 പ്രാവശ്യം കഴുകിയിട്ട് അമ്മ വീശാട്ടോ കറിവേപ്പില കൊണ്ട്. എന്തൊരു ചൂടാ മക്കളെ. പള്ളിയിൽ നിന്ന് ഇറങ്ങി വന്നപ്പോഴേക്കും അമ്മ ക്ഷീണിച്ചൊരു വഴിക്കായി. അപ്പം ഇനി നമുക്ക് ഇതിൽ മാറുകാലൊക്കെ ഉണ്ടോ നോക്കട്ടെ കേട്ടോ. ഇത് മാറുകാലൊക്കെ ഉണ്ടോ നോക്കിയിട്ട് അമ്മ ഇലകളൊക്കെ ഊരി എടുത്തിട്ട്
ഒരു 2-3 പ്രാവശ്യം നമ്മളെ വീട്ടിലത്തെ കൊണ്ട് പേടിക്കാനൊന്നുമില്ല കേട്ടോ. വിഷമൊന്നും ഇല്ലല്ലോ. ഏറ്റവും വിഷം കറിവേപ്പിലയില മക്കളെ. വാങ്ങുമ്പോൾ നമുക്ക് പേടിയാട്ടോ. അത് നമ്മളോടൊന്നും ഒന്നും പേടിക്കണ്ട. അമ്മ കണ്ണടയൊക്കെ വെച്ചിരുന്ന് വെളിച്ചത്തിരുന്നിട്ട് മാറിയാൽ നോക്കുക. അതുകൊണ്ട് നല്ല ചൂടാട്ടോ. അപ്പം ഇനി നമുക്ക് എന്നിട്ട് 2-3 പ്രാവശ്യം കഴുകിയിട്ട് അമ്മ ഇലയൊക്കെ ഒന്ന് തോർത്താൻ വെക്കും. എന്നിട്ട് രാവിലെ അരയ്ക്കും. ഇപ്പം ഒന്ന് വൈകുന്നേരം ആട്ടോ. ഇപ്പോൾ 5:30 മണിയമ്പലത്തിലെ പാട്ട് കേൾക്കാണ്ടോ നിങ്ങൾക്ക്? അപ്പോൾ ഇനി നമുക്ക് നെല്ലിക്ക കഴുകി വെള്ളത്തിലിട്ട് ഇത് കഴുകി ഊരിയിട്ട് രാവിലെ നീ അരയ്ക്കുന്നത് കാണിച്ചു തരാം കേട്ടോ. മക്കളെ നേരെ നല്ല രാത്രിയായിട്ടോ. അപ്പോൾ അമ്മ നാളികേരം ഇതിൽ ക്രഷ് ചെയ്തു. പക്ഷെ അതൊന്നും കാണിച്ചില്ല കേട്ടോ എടുക്കണത്. വോൾട്ടേജ് കുറവ് വെച്ച് വേഗം ക്രഷ് ചെയ്ത് വെച്ചു കേട്ടോ. കണ്ടോ? അപ്പം നന്നായിട്ട് നമ്മൾ പിഴിയാനാണ്, തമ്പാലെടുക്കാനാണ് കേട്ടോ. ഒരുപാട് വെള്ളം പാരരുതേ. നമ്മൾ 2.5 ലിറ്റർ എണ്ണ കാച്ചണതിന് നമ്മൾ 3 തേങ്ങ എടുത്തു കേട്ടോ. എന്നിട്ട് അതിൻ്റെ തമ്പാൽ നമുക്കിനി ഇങ്ങനെ എടുക്കാം. ഒന്ന് വെള്ളം തളിച്ചിട്ടേ ഉള്ളൂ. എന്നിട്ട് നല്ല ക്രഷ് ചെയ്ത് തന്നെയാണ്. അപ്പോൾ നമ്മളെ ലാസ്റ്റ് സ്റ്റെപ്പായിട്ട് മക്കളെ ബാക്കിയൊക്കെ അമ്മ പിഴിഞ്ഞു. അപ്പോൾ നമുക്ക് പാലൊക്കെ കുറേ കിട്ടിയിട്ടുണ്ട്. ഫസ്റ്റ് 1 ലിറ്റർ പാലുണ്ട് കേട്ടോ. തമ്പാലാണേ. ഒരു തുള്ളി വെള്ളമൊന്നും കൂട്ടിയിട്ടില്ല. അമ്മ ഒന്ന് ഇളം ചൂടുവെള്ളം മാത്രം ഒന്ന് തളിച്ചെണ്ണാണ് കേട്ടോ. കണ്ടോ? നമ്മളെ ഉണക്കനെല്ലിക്ക നമ്മൾ 3-4 പ്രാവശ്യം കഴുകിയിട്ടോ കുട്ടികളെ. എന്നിട്ട് നമ്മൾ വെള്ളത്തിലിട്ട് വെച്ചെണ്ണാണ് കേട്ടോ. ഇത് കുതിർന്നിട്ട് രാവിലെ നമുക്ക് നല്ലോണം അരച്ചിട്ട് അതിൽ പാരണം. നമ്മൾ കരുവേപ്പില നന്നായി കഴുകി വെള്ളമൊക്കെ നല്ല ഊറ്റിയിട്ടോ. കുറച്ചു നേരമൊക്കെ കാറ്റിന് വെച്ചു. പക്ഷെ വെള്ളമൊന്നും അധികം പോയിട്ടില്ല. ഇനി നമ്മളിത് ഈ നാളികേരപ്പാൽ കൂട്ടിയിട്ട് വേണം മിക്സിയിൽ ഇത് അരയ്ക്കാൻ. 2-3 കുട്ടികൾ ചോദിച്ചു മക്കളെ തണുപ്പുള്ള എണ്ണ അമ്മേ നെല്ലിക്കയും കറിവേപ്പിലയും കൂടി ഉള്ള എണ്ണയ്ക്ക് കാച്ചി തരുമോന്ന്. ഓ കാച്ചി തരാലോ. വേണ്ടവരൊക്കെ ഓർഡർ എടുത്തോളൂ. എല്ലാവർക്കും തരാം കേട്ടോ. 96 56 16 29 90. ഇനി അമ്മ വീഡിയോയിൽ പറയാം എണ്ണ കാച്ചണത്തൊക്കെ നാളെ രാവിലെ ഉള്ളൂ കേട്ടോ. അതൊക്കെ അമ്മ ഫ്രിഡ്ജിൽ കൊണ്ടുവയ്ക്കും. ഇപ്പോൾ രാവിലെ ചൂടല്ലേ, നേരത്തെ എണ്ണ കാച്ചാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പോൾ നമ്മളെ ഇത് നാളികേരപ്പാൽ കൊണ്ട് വേണട്ടോ മക്കളെ. നാളികേരം ക്രഷ് ചെയ്തതാണ്. നാളികേരപ്പാൽ കുറച്ച് അതിൽ പാർന്നു മിക്സിയിൽ കേട്ടോ. ഓൾറെഡി അമ്മ അടിയിൽ ഇലയാകുമ്പോൾ ഇങ്ങോട്ട് തിരിയില്ല. കറിവേപ്പില വല്ലാതെ മനുമെന്നെ അരക്കരുത് കേട്ടോ. അങ്ങനെ ക്രഷ് ചെയ്തിട്ടേ ഉള്ളൂ. ഇനി വീട്ടിൽ വല്ലവർക്കും കാച്ചാൻ ആഗ്രഹം ഉണ്ടെങ്കിൽ അമ്മ പറഞ്ഞു തരും കൂടി കേട്ടോ. കാച്ചാൻ വയ്യാത്തവർക്ക് അമ്മയുടെ നിന്ന് ചോദിച്ചു മേടിച്ചോളൂ കേട്ടോ. അപ്പം നമ്മളെ കറിവേപ്പില നാളികേരപ്പാലിലൊക്കെ ക്രഷ് ചെയ്ത് വെച്ചു കേട്ടോ. നമുക്കിനി കറിവേപ്പില തേങ്ങാപ്പാലിൽ ക്രഷ് ചെയ്തത് ഇടാം. കരിഞ്ജീരകം ഉലുവ ക്രഷ് ചെയ്തത്. നല്ല രാത്രി വെള്ളത്തിലിട്ട് വെച്ചിരുന്നിട്ടുള്ള ഉണക്കനെല്ലിക്ക രാവിലെ നന്നായിട്ട് ആ വെള്ളത്തോടക്കൻ അരച്ചു. വേറെ വെള്ളമൊന്നും വരണ്ടി വന്നില്ല. ആ വെള്ളത്തോടക്കൻ അതിൻ്റെ വെള്ളം കളയാൻ പാടില്ല. ഇനി ഇത് നമുക്ക് ചേർക്കാം. ഈ എണ്ണ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മുടി നന്നായി വളരാനും അതുപോലെ നമ്മൾ അകാലനര തടയാനും, ഇനി നരച്ചിട്ടുണ്ടെങ്കിൽ ഇത് സ്ഥിരമായിട്ട് കുറച്ചു കാലം തേച്ചാൽ നമ്മളെ മുടി കറക്കും. ആയുർവേദം അങ്ങനെ പറയണത്. ഇത് ആമലക എണ്ണയാണ് കേട്ടോ. ഉണക്കനെല്ലിക്കയാണ് അരച്ചെണ്ണ. പച്ചനെല്ലിക്ക ഉണ്ടെങ്കിലും കുഴപ്പമൊന്നുമില്ല. പക്ഷെ ഇപ്പോൾ സീസൺ അല്ലാത്തതുകൊണ്ട് നമുക്ക് ഉണക്കനെല്ലിക്കയാണ് കിട്ടിയത്. എൻ്റെ വീട്ടിലത്തെ ഒരു ചേച്ചി, എൻ്റെ മൂത്ത ചേച്ചി ഈ എണ്ണ തേക്കുക. ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു കഴിഞ്ഞ വീഡിയോയിലല്ലേ. എൻ്റെ അമ്മയ്ക്ക് 6 കുട്ടികളാണ്. 6 ആളും 6 തരം എണ്ണയാണ് തേക്കുകയെന്ന്. 75 വയസ്സായ എൻ്റെ ചേച്ചിയുടെ മുടി ഇപ്പോഴും നരയില്ല. അപ്പോൾ ചേച്ചിക്ക് ഈ എണ്ണ വലിയ ചേച്ചിക്ക് തോനെ മുടിയാണ് ചേച്ചിക്ക്. പക്ഷെ എല്ലാവർക്കും തണുപ്പ് പറ്റിയെന്ന് വരില്ല കേട്ടോ. എനിക്ക് മൈഗ്രെയിൻ ഉണ്ടായിരുന്നു. എനിക്ക് ഒരു ഭാഗത്ത് നീര് കെട്ടും, അല്ലാതെ തണുപ്പൊക്കെ ആയാലും. അത് കാരണം എനിക്ക് ഈ എണ്ണ പറ്റില്ലായിരുന്നു.
അപ്പോൾ തണുപ്പ് പറ്റണവർക്ക് ഒരു കുഴപ്പമില്ല. നെല്ലിക്കയും കറിവേപ്പിലയും കരിഞ്ചീരകം ഉലുവയാണ് നമ്മളതിലത്തെ ഇൻഗ്രീഡിയൻസ്. അങ്ങനെ പറ്റണവർക്ക് ഈ എണ്ണ ഓർഡർ ചെയ്യാം കേട്ടോ. അമ്മ നിങ്ങൾക്ക് തരാം ഈ എണ്ണ. അതാണത് നമ്മൾ അത്യാവശ്യം ഒരു 3 ലിറ്ററോളം കാച്ചുന്നുണ്ട്. അപ്പോൾ വേണ്ടവരൊക്കെ ഓർഡർ ചെയ്യണം കേട്ടോ. അപ്പോൾ 96 56 16 29 90 എന്ന വാട്സപ്പ് നമ്പറിലേക്ക് നിങ്ങൾ ഹായ് വിട്ടാൽ മതി. അപ്പോൾ ഞാൻ നിങ്ങൾക്ക് മറുപടി തരുന്നതായിരിക്കും കേട്ടോ. പിന്നെ എന്തൊക്കെ എനിക്ക് ഇങ്ങനെ തിരക്കാ കുട്ടികളെ. യൂട്യൂബിൽ വീഡിയോ ഇടുന്നുണ്ട്, എണ്ണ ഉണ്ടാക്കലുണ്ട്, പിന്നെ അത് ഓർഡർ കിട്ടുമ്പോൾ പാക്കിങ്, അങ്ങനെ ആകെ തിരക്കിലാണ് ഞാൻ. അതാണ് വിളിക്കുമ്പോൾ ചിലപ്പോൾ ഫോൺ എടുക്കാൻ പറ്റാത്തത്. അതുകൊണ്ടാണ് ഞാൻ നിങ്ങളോട് വോയിസ് കിട്ടുള്ളൂ എന്ന് പറയണത്. ഒന്നും ഉണ്ടായിട്ടല്ല കേട്ടോ. രാവിലെ നേരെ 7 കാലമായിട്ടേ ഉള്ളൂ. പക്ഷെ ചുട്ടിട്ട് കണ്ടോ ഞാൻ വിയർത്ത് പിണ്ടിയായി. കുളി കഴിഞ്ഞു, അതുകൊണ്ട് തോർത്തുകൊണ്ട് തലയിൽ അടക്കി കെട്ടിക്കണ്ട. ഇനി വിയർപ്പ് തലയുടെ നിറുകു കൂടെ ഇറങ്ങണ്ടാച്ചിട്ട് കേട്ടോ. അപ്പോൾ നമുക്കിനി എണ്ണ കാച്ചാം. അതിനി തിളച്ച് കഴിഞ്ഞാൽ അധികം കത്തിക്കരുത് കേട്ടോ. അതാണ് ഈ എണ്ണയ്ക്ക് ശരിക്കും നോക്കാണ്ട്, മൂപ്പ് നോക്കാണ്ട് കേട്ടോ. തലയിലേക്ക് എണ്ണ കാച്ചുമ്പോൾ ശ്രദ്ധിക്കണം. നമ്മൾ ശരീരത്തിലേക്ക് കാച്ചണേക്കാളും ശ്രദ്ധ വേണം കേട്ടോ. അപ്പം നമ്മളിതിൻ്റെ മൂപ്പ് കറക്റ്റ് ആകുമ്പോൾ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം. അപ്പോൾ തിളച്ചിട്ടൊന്നുമില്ല, കണ്ട ചൂടായിട്ടേ ഉള്ളൂ, കണ്ടല്ലോ. അപ്പോൾ ഇത് തിളച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ ആളിച്ച് കത്തിക്കാൻ പാടില്ല. ഇത് തിളയ്ക്കുന്നവരെ നമുക്കൊന്നും കത്തിക്കാം കേട്ടോ. ഇരുമ്പല്ലേ, പിന്നെ ഇത് ചൂട് നിയന്ത്രിക്കാനുള്ള ഒരു കഴിവുണ്ട്. അപ്പോൾ നമ്മൾ മുടിയിലേക്കുള്ള എണ്ണ എപ്പോഴും ഇരുമ്പിൽ കാച്ചണതായിരിക്കും എപ്പോഴും നല്ലത്. അപ്പോൾ നമ്മൾ ശരീരത്തിലേക്കുള്ള എണ്ണ വേറെ ഉരുളിയിലോ അങ്ങനെയൊക്കെയാണ് ഏറ്റവും നല്ലത് കേട്ടോ. ഇരുമ്പിൽ കാച്ചരുത് എന്നല്ല, ഇരുമ്പിൻ്റെ ഒരു അംശമായിരിക്കും, ഒരു ദോഷമില്ല. പക്ഷെ കളറ് ഭംഗി കുറയും കേട്ടോ. ഒന്ന് കളറ് കുറയും. നമ്മൾ ഇതൊരു കറുപ്പിനോട് ചേർന്ന കളറാണ് ഇങ്ങനത്തെ ചീനിച്ചട്ടിയിൽ കാച്ചിയാൽ തന്നെ വരിക, കണ്ട. ഇനി ഇത് നമ്മളൊക്കെ ഒരു കറുത്ത എണ്ണയാവും മക്കളെ. ഇനി ഞാൻ കഞ്ഞുണ്ണി എണ്ണ, ബൃന്ദരാജ എണ്ണ വേണ്ടവർക്ക് ഉണ്ടാക്കി തരുമൊക്കെ ചെയ്യാം. പക്ഷെ സീസൺ അല്ലാത്തതുകൊണ്ട് നമുക്ക് പാർത്തുനിന്നൊന്നും കിട്ടിയില്ല. അപ്പോൾ പൊടിയിലെ എണ്ണ എൻ്റെ ഒരു ചേച്ചി, മദ്രാസിലെ ചേച്ചി, എന്നും കയ്യൂന്നി ആ എണ്ണയാണ് അമ്മ കാച്ചി കൊടുക്കാറ്. അതെങ്ങനെ ഉണ്ടാക്കാമെന്ന് എനിക്കറിയാം, പക്ഷേ ആ സാധനം എനിക്ക് കിട്ടിയില്ല. പൊടി പിന്നെ നമുക്ക് ആയുർവേദ കടയിൽ നിന്ന് പൊടി കിട്ടും, പക്ഷെ അത് വിശ്വസിക്കാൻ പറ്റുമോ? പച്ച കളറുള്ള പൊടി എന്തും അതാണെന്ന് വിശ്വസിക്കാനൊരു പേടി. അത് കാരണം കേട്ടോ എണ്ണപ്പം കാച്ചാത്ത നമുക്ക് മഴക്കാലം പറക്കട്ടെ ആ എണ്ണ, അപ്പോൾ നമുക്ക് കാച്ചാം. അപ്പോൾ അതിൽ അമ്മ കാച്ചണത് ഈ ഇതേപോലെ കരിഞ്ചീരകം, ഉലുവി, കയ്യൂന്നിയും വെളിച്ചെണ്ണയും മാത്രമാണ്. പക്ഷെ ഇപ്പം എല്ലാവരും കറ്റാർവാഴ ചേർക്കുന്നുണ്ട്. കറ്റാർവാഴ ചേർക്കുമ്പോഴേ എണ്ണ പെട്ടെന്ന് കേടുവരും. കറ്റാർവാഴ ഭയങ്കരമായിട്ടൊരു ഇതുള്ള സംഭവമല്ലേ, എല്ലാവർക്കും അറിയാമല്ലോ കറ്റാർവാഴയുടെ കൺസിസ്റ്റൻസി എന്താണെന്നുള്ളത്. അപ്പോൾ അതുകൊണ്ടാണ് കറ്റാർവാഴയുടെ എണ്ണയും ഇതിൻ്റെ എണ്ണയൊക്കെ നമുക്കിപ്പോൾ ഉണ്ടാക്കാത്തത് കേട്ടോ. അപ്പം ഇനി നമുക്കിപ്പോൾ ഈ ആമലക എണ്ണ ഉണ്ടാക്കാം. എന്താ വെച്ചാൽ നെല്ലിക്ക എണ്ണ, മനസ്സിലായില്ലേ? അപ്പോൾ അത് വേണ്ടവർക്കൊക്കെ തരും ചെയ്യാം. ഇവിടെ തണുപ്പ് പറ്റണവരല്ല, ഇവിടെ ആർക്കും തണുപ്പ് പറ്റുന്നവരല്ല. ഇവിടെ എല്ലാവർക്കും ഞാൻ ആദ്യം കൊടുത്തിരുന്ന എണ്ണയാണ് എല്ലാവർക്കും പറ്റുന്നത്. ഈ എണ്ണ പറ്റുന്നവരൊക്കെ ചോദിച്ചോളൂ കേട്ടോ. എന്താ വെച്ചാൽ ചെറുപ്പത്തിൽ ഒരുപാട് കുട്ടികൾ എന്നോട് അമ്മമാർ വിളിക്കുന്നു, എന്താ അറിയില്ല കുട്ടികളെ മുടി നരയ്ക്കണു ഇപ്പം തന്നെയാണ്. അപ്പോൾ ഈ എണ്ണ വാങ്ങി തേപ്പിച്ചോളൂ കേട്ടോ. പതുക്കെ 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 അത് കമ്മിയായി വന്നിട്ട് ഇങ്ങനെ ശരിയാവും. കുറച്ച് കാലം തുടർന്ന് തേച്ചാൽ മതി കേട്ടോ. അപ്പോൾ നമ്മളുടെ എണ്ണ ഇത് തിളച്ചു കേട്ടോ. ഇത് 1.5 മണിക്കൂർ 2 മണിക്കൂറിൻ്റെ ഉള്ളിലേ ആവുള്ളൂ. ഇനി ഇത് നമ്മൾ ഇപ്പം നല്ല തിളച്ചിടങ്ങണം. അപ്പം ഇനി നല്ല തിളച്ചാൽ നമ്മൾ ഒരു കൊള്ളി ഒന്ന് പിരിഞ്ഞു വെക്കും കേട്ടോ. ഒന്ന് നല്ലോണം തിളക്കട്ടെ വെച്ചിട്ടാ. പിന്നെ നമ്മൾ ആദ്യത്തെ 1 മണിക്കൂർ നേരം ചെറിയ ചൂടിൽ, പിന്നെ ലാസ്റ്റ് നല്ലോണം നോക്കണം കേട്ടോ. ലാസ്റ്റ് നമ്മൾ 1 മണിക്കൂർ വളരെ കുറച്ച് തീയിലേ പാടുള്ളൂ. പിന്നെ നമുക്ക് മൂപ്പ് അറിയാൻ ഞാൻ കാണിച്ചു തരാം. ഇത് പിടിച്ചു കഴിഞ്ഞാൽ മണൽ പരുവം തന്നെ കേട്ടോ. അത് മുടിയിലേക്ക് ആവുകൊണ്ട് വല്ലാതെ അധികമാവാനും പാടില്ല, കുറയാനും പാടില്ല കേട്ടോ. എന്നാൽ പാകത്തിനാവും വേണം, അല്ലെങ്കിൽ നമുക്ക് നീർവീഴ്ചയും വരും. മനസ്സിലായല്ലോ? അപ്പോൾ ഇതൊക്കെയാണ് എണ്ണയുടെ മൂപ്പ്. എല്ലാവരും കാണാം കണ്ടോ. ഇപ്പം നമ്മളുടെ എണ്ണ ഒരു 3/4 ആയിട്ടോ. കൃത്യം 1.5 മണിക്കൂറായി നമ്മൾ അടുപ്പത്ത് വെച്ചിട്ട്. ഇനി ഒരു 15 മിനിറ്റ് എന്തായാലും വേണ്ടി വരും കേട്ടോ. അപ്പം ഇത് വാങ്ങുമ്പോൾ നമുക്ക് കാണാം അതിൻ്റെ മൂപ്പ് എന്താണ്. അപ്പം നമ്മളുടെ എണ്ണ ഒക്കെ മൂപ്പ് പാകമായി, തീയൊക്കെ പറ്റ പിരിഞ്ഞു വെച്ചു. ഇനി ഇതിങ്ങനെ ഇവിടെ ഇരുന്ന് ഒന്നിങ്ങനെ ഇതാവും. അതിന് നമ്മൾ മൂപ്പ് ഏറാതിരിക്കാൻ കുറച്ച് തുളസിയിലയാണ് ഇടുക ലാസ്റ്റ്, കണ്ടോ. അപ്പോൾ നമ്മളെ എണ്ണ ഇനി മൂപ്പ് കയറില്ല. അപ്പോൾ നമ്മളെ എണ്ണ പോലെ മൂപ്പ് പാകമായി. ഇനി നമ്മൾ വാങ്ങി വെച്ചിട്ട് ഒരു ദിവസം ഇതിലിരിക്കട്ടെ, എന്നിട്ടേ നമ്മൾ വീട്ടിൽ വയ്ക്കുള്ളൂ കേട്ടോ. അപ്പോൾ എണ്ണ വേണ്ടവരൊക്കെ വാട്സപ്പ് നമ്പർ അമ്മ പറഞ്ഞിട്ടുണ്ട്, ഒന്നും കൂടി പറയണം. 96 56 16 29 90 എന്നുള്ള വാട്സപ്പ് നമ്പറിൽ ഓർഡർ എടുത്തോളൂ. അപ്പോൾ ഇത്രയൊക്കെയുള്ളൂ ഇന്നത്തെ നമ്മളെ വീഡിയോ. അപ്പോൾ ഇഷ്ടപ്പെട്ടു എല്ലാവരിലേക്കും ഷെയർ ചെയ്യുക. എണ്ണ ഉണ്ടാക്കാൻ അറിയണമല്ലോ, വീട്ടിലുണ്ടാക്കുക. അല്ലാത്തവരൊക്കെ നമ്മുടെ ഓർഡർ എടുക്കുക. അപ്പോൾ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കൂട്ടത്തിലെ ബെല്ലൈക്കനും കൂടി എനേബിൾ ചെയ്താൽ അമ്മയുടെ വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടുന്നതായിരിക്കും. അപ്പോൾ അമ്മ 2.5 മണിക്കൂറായി മക്കളെ ഈ എണ്ണ അടുപ്പത്ത് വെച്ചിട്ട് കേട്ടോ. അപ്പോൾ ഇനി പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും. ബൈ.